എറണാകുളം നോർത്ത് പറവൂരിൽ മരുമകളെ കഴുത്തറുത്ത് കൊന്ന ഭർതൃപിതാവ് ജീവനൊടുക്കി. പറവൂർ സ്വദേശി ഷാനുവാണ് കൊല്ലപ്പെട്ടത്. വിശദാംശങ്ങളുമായി എ.ടി. അശ്വതി ഉണ്ട്. അശ്വതി, എപ്പോഴാണ് സംഭവം? കാരണങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? വിദ്യ, ഇത് ഒരു കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മരുമകളെ കഴുത്തറുത്ത് കൊന്ന ഭർതൃപിതാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പറവൂരിലെ കൊച്ചങ്ങാടിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. മരുമകൾ ഷാനുവിനെയാണ് സെബാസ്റ്റ്യൻ എന്നയാൾ കഴുത്തറുത്ത് കൊന്ന് ഇയാൾ തൂങ്ങി മരിക്കുകയും ചെയ്തു. ഇവർ ഏതാനും വർഷങ്ങളായിട്ടേ ഉള്ളൂ കൊച്ചങ്ങാടിയിൽ വന്ന് താമസം തുടങ്ങിയിട്ട്. സംഭവം നടക്കുന്ന സമയത്ത് ഭർത്താവ് സിനോജ് ഇവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം പറവൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ, ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും മറ്റും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം മറ്റും നടത്തിയതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുക. കുടുംബ വഴക്കാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക്, ഒരു കൊലപാതകത്തിലേക്കും ഒപ്പം ആത്മഹത്യയിലേക്കും നയിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വിദ്യ, അശ്വതി, മറ്റു കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ ഇവരാണ്, ഈ 3 പേരുമാണ് ഇവിടെ ആക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവർ പറവൂരിൽ വന്ന് താമസമാക്കിയിട്ട് കുറച്ചു കാലങ്ങളെ ആയുള്ളൂ, ഏതാനും വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. കുടുംബ വഴക്കാണ് എന്ന് മാത്രമാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പകൽ 11 മണിക്കാണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കുന്നു. ചേന്നമംഗലം പഞ്ചായത്തിലെ വടക്കുംപുറം കാനപ്പള്ളി സെബാസ്റ്റ്യൻ ആണ് മകൻ സിനോജിന്റെ ഭാര്യ ഷാനു. 34 വയസ്സാണ് ഷാനുവിന്റെ പ്രായം. ഷാനുവിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം തൂങ്ങി മരിച്ചത്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കുടുംബ വഴക്കാണ് ഇതിന്റെ കാരണമെന്നും നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നുണ്ട്. വിദ്യ. ശരി അശ്വതി. എറണാകുളം പറവൂരിൽ മരുമകളെ കഴുത്തറുത്ത് കൊന്ന ഭർതൃപിതാവ് ആത്മഹത്യ ചെയ്തു. പറവൂർ സ്വദേശി ഷാനുവാണ് കൊല്ലപ്പെട്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ.ടി. അശ്വതി.